മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ യുക്രൈന് നേരെ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് റഷ്യ. ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. 45 മിസൈലുകളും 450 ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. യുക്രൈനിന്റെ ഊർജ്ജ പദ്ധതികളും ആയുധ നിർമ്മാണ ശാലകളും കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. കിഴക്കൻ യുക്രൈനിലെ പോക്രോസ് നഗരം റഷ്യ കീഴടക്കിയെന്നാണ് റിപ്പോർട്ട്. റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. Багато балістики, щонайменше 25 балістичних ракет було. Також були аеробалістичні та крилаті ракети, ще більш ніж 450 безпілотників різних типів. Дуже наглий. Багато в чому удар демонстративний. കൂടുതൽ വിവരങ്ങളുമായി VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, യുക്രൈന്റെ ആയുധ നിർമ്മാണശാലകൾ പോലും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ സംഘർഷം കൂടുതൽ ശക്തമാവുകയാണല്ലേ? ഒരിടവേളയ്ക്ക് ശേഷം സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് യുക്രൈനിൽ. റഷ്യ യുക്രൈനുമേൽ ആക്രമണം കടുപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം ഒരുപക്ഷെ ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ വ്യോമാക്രമണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 45 മിസൈലുകളും 450 ഡ്രോണുകളും യുക്രൈനെ ലക്ഷ്യമാക്കി റഷ്യ തൊടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് ഈ ഒരു പശ്ചാത്തലം കൂടി അതിന് നിർണായകമാണ്. കാരണം നാറ്റോ അംഗരാജ്യങ്ങൾ സൈനികാഭ്യാസം നടത്തുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ യുക്രൈന് ലഭിച്ചതായി പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി തന്നെ നവംബർ ആദ്യവാരം സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിശൈത്യകാലം, അതിന് മുന്നോടിയായി ഇത്തരം ഒരു ആക്രമണം. സാധാരണഗതിയിൽ അതിശൈത്യകാലത്ത് ആക്രമണങ്ങൾ ലക്ഷ്യം കാണുക സ്വാഭാവികമല്ല. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി ആക്രമണം കടുപ്പിക്കുകയാണ് റഷ്യ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. 2002 യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുക്രൈൻ്റെ ആണവ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണശാലകളും ലക്ഷ്യമിട്ട് നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഡെനിപ്രോയിൽ നിരവധി ജനവാസ മേഖലകളിൽ ഈ ഡ്രോണുകൾ പതിച്ചു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡെനിപ്രോയിൽ മാത്രം 3 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പ്രധാന നഗരങ്ങളിലും റഷ്യ ആക്രമണം നടത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ 3 പേർ സാപ്രോഷിയയിലും ഒരാൾ കാർക്കീവിലും കൊല്ലപ്പെട്ടു എന്ന് പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നു. കീവ്, പോൾട്ടോവ, കാർക്കീവ് മേഖലകളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണമാണ് ഇതിൽ ഏറ്റവും നിർണായകം. അല്പം മുമ്പ് നമ്മൾ കണ്ടത് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ സെലൻസ്കി വ്യക്തമാക്കുന്നത് 26 മിസൈലുകൾ റഷ്യ തൊടുത്തത് ലക്ഷ്യം കണ്ടിരിക്കുന്നു. ഇത് ജനവാസ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഊർജ്ജോൽപാദന രംഗത്ത് യുക്രൈന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പല നഗരങ്ങളിലും ഇപ്പോൾ പവർ കട്ടാണ്. ഇത്തരത്തിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് റഷ്യ ആക്രമണം കടുപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം കൂടുതൽ കടുപ്പിക്കണം എന്ന് മറ്റ് ലോകരാജ്യങ്ങളോട് സെലൻസ്കി അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ഇത് വ്യക്തമാക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിശൈത്യകാലം വരാനിരിക്കെ ഇത്തരത്തിൽ റഷ്യ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം സാധാരണക്കാരെ ഉപദ്രവിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും സെലൻസ്കി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നു. എന്തായാലും 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ എണ്ണ റിഫൈനറികൾക്ക് നേരത്തെ യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു. പൈപ്പ് ലൈനുകൾ അടക്കം മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് ഊർജ്ജം വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈനുകളടക്കം തിരഞ്ഞു പിടിച്ചായിരുന്നു നേരത്തെ യുക്രൈൻ ആക്രമണം നടത്തിയത്. ഇതിനുള്ള മറുപടിയോടെയായി ഈ പ്രത്യാക്രമണത്തെ കാണണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, പ്രൊക്കോവ് നഗരം, ആ നഗരം പൂർണ്ണമായും റഷ്യ പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ് ഈ പൊക്രോവ്സ് നഗരം. കിഴക്ക് ഡൊണസ്കിലേക്കും അതോടൊപ്പം തന്നെ പടിഞ്ഞാറ് നിപ്രോയിലേക്കും സാപ്രോഷിയയിലേക്കുമൊക്കെയുള്ള പ്രധാന റോഡുകൾ, ആ റോഡുകളെല്ലാം സംഗമിക്കുന്ന ഒരിടം കൂടിയാണ്. യുക്രൈൻ്റെ സൈനിക നീക്കങ്ങൾക്ക് തന്ത്രപ്രധാനമായ മേഖല കൂടിയാണ്. ആ അർത്ഥത്തിൽ പൊക്രോവ്സ് നഗരം വളരെ നിർണായകമാണ് യുക്രൈന്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു ശക്തമായ ആക്രമണം നടത്തുകയും ആ മേഖല കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ പല അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ നഗരം കേന്ദ്രീകരിച്ച് റഷ്യ ആക്രമണം കടുപ്പിക്കുന്നു, ആ നഗരം റഷ്യ വളഞ്ഞിരിക്കുന്നു. അങ്ങനെ പൊക്രോവ്സ് പിടിച്ചെടുത്തുകൊണ്ട് ഈ യുദ്ധത്തിലെ വളരെ പ്രധാനമായ ഒരു മുന്നേറ്റം റഷ്യ വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനനുസരിച്ചുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും വളരെ ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ രാത്രിയിൽ യുക്രൈന് നേരെ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ആണ് ഈ ആക്രമണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, കഴിഞ്ഞ നവംബർ ആദ്യവാരം തന്നെ
യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങൾ വഴി അമേരിക്കയിൽ നിന്ന് കൂടുതൽ അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈലുകൾ അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിച്ചിരുന്നു എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു ആക്രമണം എന്നതുകൂടിയാണ് ഏറ്റവും ശ്രദ്ധേയം. അത്തരത്തിൽ നാറ്റോ അംഗരാജ്യങ്ങൾ സൈനികാഭ്യാസം, അതോടൊപ്പം തന്നെ അതിശൈത്യകാലത്തിന് മുൻപ് ആക്രമണം കൂടുതൽ കടുപ്പിക്കുക, അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ യുക്രൈന് ലഭിച്ചു എന്ന് പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ആക്രമണം ഒരു ഘട്ടം കൂടി കടുപ്പിക്കുകയാണ് എന്തായാലും റഷ്യ. അനുശ്രീ. കാർത്തിക്, സെലൻസ്കി തന്നെ അവിടുത്തെ യഥാർത്ഥ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുത്തെ യുദ്ധമുഖത്തെ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഇടപെടലിനുള്ള സാധ്യത ഉണ്ടോ? എന്തൊക്കെയാണ് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ? റഷ്യയ്ക്ക് മേൽ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിക്കണം എന്നൊരാവശ്യമാണ് യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും സമാധാന ശ്രമങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് അമേരിക്ക തന്നെ നേരിട്ട് ഇടനില നിന്ന് നടത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതെല്ലാം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. റഷ്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. മാത്രമല്ല റഷ്യ പല കോണുകളിൽ നിന്നും, അതായത് പ്രത്യേകിച്ച് യുക്രൈൻ്റെ പല തന്ത്രപ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും കടുപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് വിവിധ നേതാക്കൾ, യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ അമേരിക്ക അടക്കം പല ഘട്ടങ്ങളിലും തന്ത്രപ്രധാനമായ ഇടപെടലുകൾ നടത്തുകയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനും ഒരു ഘട്ടം വരെയെങ്കിലും വെടിനിർത്തൽ സാധ്യമാണോ എന്ന് പരിശോധിക്കാനും എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ അതിലൊന്നും തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അതുതന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും യുദ്ധം വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാക്കും എന്ന സന്ദേശം തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകുന്നത്. കാരണം ഈ ഒരു പശ്ചാത്തലം, അതിശൈത്യത്തിന് മുൻപ് ആക്രമണം വ്യാപകമാക്കുക, കൂടുതൽ നഗരങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുക, യുക്രൈൻ നഗരങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിലൂടെ യുക്രൈൻ്റെ തിരിച്ചടി ഒരു പരിധിവരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൂടി റഷ്യ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം നേരത്തെ റഷ്യയുടെ ആക്രമണത്തിൽ യുക്രൈനിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. ആ പല ഘട്ടങ്ങളിലും യുക്രൈൻ്റെ പ്രത്യാക്രമണങ്ങൾ റഷ്യ പ്രതീക്ഷിച്ചതിലും അധികമായിരുന്നു. റഷ്യയുടെ എണ്ണ റിഫൈനറികളിൽ ഇത്തരത്തിൽ നടത്തിയ ആക്രമണം റഷ്യയുടെ സാമ്പത്തിക അവസ്ഥയെ തന്നെ സാമ്പത്തിക രംഗത്തെ തന്നെ വലിയ തോതിൽ ബാധിച്ചു. സാധാരണക്കാർക്ക് പെട്രോൾ അതോടൊപ്പം തന്നെ ഡീസലൊക്കെ നൽകുന്ന അളവിൽ വരെ വലിയ കുറവ് വരുത്തേണ്ട ഒരു സാഹചര്യം റഷ്യയ്ക്ക് ഉണ്ടായി. അത്തരത്തിൽ സാമ്പത്തികമായി ചില പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യാക്രമണം ഒരു പടി കൂടി കടുപ്പിക്കുകയാണ് റഷ്യ എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. അനുശ്രീ. ശരി, യുക്രൈനു മേലുള്ള റഷ്യയുടെ ആക്രമണം കൂടുതൽ കടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 7 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വി ആർ കാർത്തികാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.